Hi dear students, this presentation is from the second module of the subject Advanced Energy Engineering. In the last presentation we have discussed basic things about the solar energy. Now we will move on to the important topic, that is solar collectors. A solar collector is a device that collects or concentrates solar radiation from the sun and transforms the radiation into heat and then transfer heat to a fluid. Usually the fluid will be air, water or oil, whatever it may. Sometimes refrigerant is also be used in nowadays. Okay, അപ്പോൾ സോളാർ കളക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഈ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലൂയിഡിലേക്ക് ആ ഹീറ്റ് എനർജി പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് സോളാർ കളക്ടർ എന്ന് പറയുന്നത്. ആ വേർഡിൽ തന്നെ സോളാർ കളക്ടർ, ആക്ച്വലി ഇറ്റ് ഈസ് ദ കളക്ടർ ഓഫ് സോളാർ എനർജി. ഇറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് കളക്ട്സ് ഓർ കോൺസെൻട്രേറ്റ് സോളാർ റേഡിയേഷൻ ഫ്രം ദ സൺ ആൻഡ് ട്രാൻസ്ഫോംസ് ദ റേഡിയേഷൻ ഇൻ ടു ഹീറ്റ് ആൻഡ് ദെൻ that heat is transferred to heat a fluid. Usually the fluid will be air, water or oil. Now the solar thermal collectors are either non-concentrating or concentrating. Broad classification of solar collectors, these are included as either the solar collectors will be non-concentrating or it will be concentrating. This is the wide classification. So non-concentrating on the concentrate ചെയ്തിട്ടല്ലാണ്ട് ഹീറ്റ് ചെയ്യുന്ന സോളാർ കളക്ടേഴ്സിനാണ് എന്ത് പറയുന്നത്, നോൺ കോൺസെൻട്രേറ്റിംഗ്. ചിലപ്പോൾ ചില സോളാർ കളക്ടർ, ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പാരാബോളിക് ട്രഫ് കളക്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ, ഈ വരുന്ന സോളാർ റേഡിയേഷന് എന്ത് ചെയ്യുക, അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് വേറൊരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കോൺസെൻട്രേറ്റിംഗ്. വേറെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പല ഡയറക്ഷനിൽ വരുന്നതിന് എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പണ്ടത്തെ ഈ കഥകളിലൊക്കെ നിങ്ങൾ ലെൻസ് വെച്ചിട്ട് കത്തിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോളാർ റേഡിയേഷൻ ലെൻസ് വെച്ചിട്ട് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്, സി ഇഫ് ദ ലെൻസ് ഈസ് ബീങ് യൂസ്ഡ്, വാട്ട് ഈസ് ഹാപ്പനിങ്, the solar radiation is actually concentrating to a particular point for the more efficient heat transfer, for the more efficient temperature rise. Same thing is happening in the case of the concentrating solar collectors. Whereas in the case of non-concentrating solar collectors, there is no such concentration is there. Directly whatever solar energy is coming is being utilized there itself. In the some absorber plate will be there. That plate will be absorbing the solar radiation and it is converted into heat energy. In non-concentrating collectors, the aperture area means the area that receives the solar radiation. ആ solar radiation receive ചെയ്യുന്ന ഏരിയയാണ് എന്ത് പറയുന്നത്, അപ്പേച്ചർ ഏരിയ എന്ന് പറയുന്നത്. ഈസ് റഫ്ലി ദ സെയിം ആസ് ദി അബ്സോർബർ ഏരിയ. അബ്സോർബർ ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാണോ സോളാർ റേഡിയേഷൻ ലാസ്റ്റ് അബ്സോർബ് ആയിട്ട് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിനാണ് എന്ത് അബ്സോർബർ ഏരിയ എന്ന്. ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഇപ്പോൾ പഠിക്കും. അപ്പോൾ അതിലെന്താണ്, റിസീവർ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ളൊരു ഗ്ലാസ് ലെയർ, ട്രാൻസ്പാരൻറ്റ് ലെയറിനെയാണ് എന്ത് പറയുന്നത്, അതിനാണ് റിസീവർ ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയയാണ് റിസീവർ ഏരിയ, അതിനാണ് റിസീവർ എന്ന് പറയുക. അത് പിന്നെ എന്ത് ചെയ്യും, അവിടെ നിന്ന് പിന്നെ ഉള്ളിലോട്ടേക്ക് വന്നിട്ട് അതിൻ്റെ അടിയിൽ എന്തുണ്ടാവും, പാരലായിട്ട് അബ്സോർബർ പ്ലേറ്റ് ഉണ്ടാവും. മിക്കവാറും കോപ്പർ പ്ലേറ്റോ അലൂമിനിയത്തിൻ്റെയൊക്കെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയിട്ടുള്ള ഹീറ്റ് കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ് ആയിരിക്കും അബ്സോർബൻ പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അബ്സോർബ് പ്ലേറ്റിലാണ് എന്താണ് ഈ ഹീറ്റ് കൺവേർഷൻ എടുക്കുക. ആ അബ്സോർബ് പ്ലേറ്റാണ് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റാക്കിയിട്ട് മാറ്റുന്നത്. റേഡിയേഷന് തിരിച്ചെന്താക്കി മാറ്റുക, ഹീറ്റാക്കി മാറ്റുക. ഓക്കെ, so in case of non-concentrating collectors, the aperture area is roughly same as the absorber area. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഏത് റേഷ്യോ ആണ്, ഇവിടെ നമ്മൾ റേഷ്യോനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ, കോൺസെൻട്രേഷൻ റേഷ്യോ. ദാറ്റ് കോൺസെൻട്രേഷൻ റേഷ്യോ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സിൻ്റെ കേസിൽ എന്താണ്, 1 ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി നോൺ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് വിൽ ഹാവ് ദാറ്റ് കോൺസെൻട്രേഷൻ റേഷ്യോ ഈക്വൽ ടു 1. ദ റീസൺ ഈസ് ദ അപ്പേച്ചർ ഏരിയ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി receiver area. Okay, so that is the reason. Whereas in the case of concentrating trough collectors, I have already explained that aperture area is that large area around that pipe or whichever is concentrated at the focus length. അല്ല, ഇപ്പോൾ നമ്മളിപ്പം ഒരു ലെൻസിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ലെൻസിൻ്റെ ഏരിയ ആണ് എന്ത്, അപ്പേർച്ചർ ഏരിയ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആ ലെൻസ് എന്നുള്ള റേഡിയേഷൻ, സോളർ റേഡിയേഷൻ എവിടത്തേക്കാണോ കോൺസെൻട്രേറ്റ് പർട്ടിക്കുലർ പോയിന്റിലേക്കാണ്, ആ പോയിന്റിൻ്റെ ഏരിയ ആണ് എന്ത്, റിസീവർ ഏരിയ. അതേ സംഭവമാണ് ഇവിടെ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഡിഷ് കണ്ടിട്ടുണ്ടാവില്ലേ, ഡിഷ്. അപ്പോൾ ഡിഷിൻ്റെ ആ ഒരു ഷേപ്പ്, ടി വിൻ്റെ ആൻറ്റിന, ഡിഷ് ആൻറ്റിന അല്ലേ, അപ്പോൾ അതിന് ചുറ്റും ഒരു പ്ലേറ്റ് പോലത്തെ ഇങ്ങനെ റൗണ്ടിലൊരു സാധനം കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വലി വരുന്ന ഈ സോളർ റേഡിയേഷൻ ആ പ്ലേറ്റിൽ തട്ടിയിട്ട് നടുക്കൊരു പൈപ്പ് പോലെ കാണാം അല്ലേ, ഈ ആൻറ്റിനേൻ്റെ പോലെയുള്ള നടുക്കൊരു പൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ സോളർ റേഡിയേഷനൊക്കെ ഈ നടുക്കുള്ള പൈപ്പിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്പേച്ചർ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഈ ഡിഷിൻ്റെ എൻ്റയർ സർഫസ് ഏരിയയാണ് അപ്പേച്ചർ ഏരിയ എന്ന് പറയുന്നത്. റിസീവർ ഏരിയ എന്ന് പറയുന്നത് എന്താ, റിസീവറിലെ അബ്സോർബൻ്റ് ഏരിയ എന്ന് പറയുന്നത്, അബ്സോർബർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ നടുക്കുള്ള കുഞ്ഞ് ട്യൂബിൻ്റെ ഏരിയ ആണ് റിസീവർ
അബ്സോർബർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്സോർബർ ഏരിയ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ സർഫസ് ഏരിയ നമ്മൾ ട്യൂബിൻ്റെ അത് വളരെ കുറവാണ്. നേരെ മറിച്ച് അപ്പാച്ചർ ഏരിയ എന്താണ്, അത് വളരെ കൂടുതലാണ്. ഡിഷിൻ്റെ കംപ്ലീറ്റ് സർഫസ് ഏരിയ വരും. അപ്പോൾ ആ റേഷ്യോ എന്തായിരിക്കും, വളരെ കൂടുതൽ. ആക്ച്വലി ആ റേഷ്യോ അല്ല, കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വന്നിട്ട് എത്രത്തോളം എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട് ആ എനർജീൻ്റെ റേഷ്യോ ആണ് പെർ യൂണിറ്റ് ഏരിയയിൽ വരുന്ന എനർജീൻ്റെ സോളാർ റേഡിയേഷൻ്റെ. ആക്ച്വലി ഈ ഡിഷിൻ്റെ യൂണിറ്റ് ഏരിയയിൽ വരുന്ന സോളാർ റേഡിയേഷനെ കംപ്ലീറ്റ് അടുത്തേക്ക് എത്തും. ഇത്രയും വലിയ ഏരിയയിൽ നിന്ന് ഫുൾ റേഡിയേഷൻ ഈ ചെറിയ ഏരിയയിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവിക ചെറിയ ഏരിയയിൽ കിട്ടുന്ന ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ആ റേഷ്യോ ആണ് കോൺസെൻട്രേഷൻ റേഷ്യോ എന്നത്. അപ്പോൾ അതെന്തായിരിക്കും, വളരെ 1 കൂടുതൽ എന്തായാലായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ഹാവ് മച്ച് ലാർജർ അപ്പർച്ചർ ദാൻ ദി അബ്സോർബർ ഏരിയ. ദ അപ്പർച്ചർ ഈസ് ടിപ്പിക്കലി ഇൻ ദ ഫോം ഓഫ് എ മിറർ ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ അബ്സോർബർ. അപ്പർച്ചർ ഈസ് ടിപ്പിക്കലി ഇൻ ദ ഫോം ഓഫ് എ മിറർ ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ അബ്സോർബർ. അപ്പോൾ ഈ മിററിൽ ചുറ്റുള്ളി മിറർ, ഞാനിപ്പോൾ പറഞ്ഞൊരു ഡിഷ് ആൻഡിൻ്റെ ആ ഒരു പ്ലേറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ നല്ലുള്ള, അത് മിററാണെങ്കിൽ അതിൽ നല്ലുള്ള റേഡിയേഷൻ അടുത്തേക്ക് ഫോക്കസ് ആവും, ഈ നടുക്കുള്ള പോർഷനിലേക്ക് ഫോക്കസ് ആവും. സോ ആക്ച്വലി അപ്പർച്ചർ ഏരിയ ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് ടുവേർഡ്സ് ദി അബ്സോർബർ പോയിന്റ്, ഫോക്കസ്ഡ് ഓൺ ദ അബ്സോർബർ which in most cases are the pipes carrying the working fluid. മിക്ക കേസിലും ഈ അബ്സോർബർ എന്ന് പറയുന്നതായിരിക്കും മിക്കവാറും പൈപ്പ് ആയിരിക്കും, സിലിണ്ടറിക്കൽ പൈപ്പ്. അതിലൊന്നുണ്ടാകും, അവിടത്തേക്കാണ് ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തത്. Example is parabolic trough collector. That is one example for the concentrating collectors. So actually example for the non-concentrating collector is flat plate collector and evacuated tube collectors. That are the examples here. Example for a concentrating collector is parabolic trough. Anyway, all these collectors we will discuss in detail in the upcoming slides. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. തിരിച്ചു വന്ന് നോക്കാം. നൗ കമ്മിങ് ടു ദ സോളാർ കളക്ടർ ക്ലാസിഫിക്കേഷൻ. സോളാർ കളക്ടേഴ്സ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻറ്റു നോൺ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ആൻഡ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ്. അതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. അതിൽ തന്നെ within that, if non-concentrating collectors are further divided into flat plate collectors or evacuated tube collectors or ETC. Flat plate FPC and ETC. That is the broad classification of non-concentrating collectors. Further, evacuated tube collector is further divided into direct flow evacuated tube collectors and heat pipe evacuated tube collectors. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും അങ്ങോട്ടുള്ള സ്ലൈഡുകളിൽ. കമ്മിങ് ടു ദ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ്, ദ മേജർ ക്ലാസിഫിക്കേഷൻ ഇസ് പാരാബോളിക് ഡിഷ് ആൻഡ് പാരാബോളിക് ട്രഫ്. ഡിഷും ട്രഫും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡിഷ് ഞാൻ പറഞ്ഞു, നമ്മളെ ഡിഷ് ആൻറ്റിൻ്റെ ആ ഒരു അത് തന്നെയാണ് ഡിഷ് എന്ന് പറയുന്നത്. ചുറ്റും എന്നിട്ട് ഒരു ഹെമിസ്പെരിക്കൽ പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവും. അതിന് നടുക്ക് ഒരു കുടേൻ്റെ ഷേപ്പ് ആയിരിക്കും. കുടേൻ്റെ ഉൾഭാഗം എങ്ങനെയാണ്, കുട തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണോ അതാണ് പാരാബോളിക് ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നല്ല ഈ സൈഡിലെല്ലാം തട്ട് നടുക്ക് ഡിഷിൻ്റെ നടുക്കൊരു ട്യൂബ് ഉണ്ടെങ്കിൽ, കുത്തനെ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എന്താ പറയുന്നത്, പാരാബോളിക് ഡിഷ് കളക്ടേഴ്സ് എന്ന്. പാരാബോളിക് ട്രഫ് കളക്ടർ എന്ന് പറഞ്ഞാൽ ഈ ആ കുട തുറന്നു വെച്ചോളൂ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് conical shape, instead of that dome shape, we will be using trough as the concentrator. Trough means നമ്മളൊരു PVC പൈപ്പൊക്കെ നടുക്കെ മുറിച്ച് കഴിഞ്ഞാലുള്ള ഒരു ഹാഫ് പോർഷൻ ഇല്ലേ, അതാണ് ട്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ അതിൻ്റെ ഈ നടുക്കൊരു കോൺസെൻട്രേറ്റഡ് ട്യൂബ് ഉണ്ട്, അതിലൂടെയാണ് ഫ്ലൂയിഡ് പാസ് ചെയ്യുക. എല്ലായിടത്തും ഈ അതിൻ്റെ താഴെയായിട്ട് എന്ത് വെച്ചിട്ടുണ്ടാകും, ഈ പൈപ്പ് പകുതി മുറിച്ച പോലത്തെ ഷേപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള റേഡിയേഷൻ ഏതിലേക്ക് തട്ടും, ഈ ഫോക്കൽ പോയിന്റിൽ വെച്ചിരിക്കുന്ന ഈ ട്യൂബിൽ, അതിലൂടെയാണ് വാട്ടർ പാസ് ചെയ്യുന്നത്. വാട്ടറോ എന്താണോ ഫ്ലൂയിഡ് ചൂടാക്കേണ്ടത് അത് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രഫിൻ്റെ ഫുൾ ഏരിയയിൽ വരുന്ന റേഡിയേഷനും വേടത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടും, ഈ ട്യൂബിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. നമ്മൾ ഫിഗർ അടക്കം കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കാം. CPC നമ്മളധികം ഡിസ്കസ് ചെയ്യില്ല. എനിവേ ഇറ്റ് ഈസ് കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റർ ആൻഡ് സോളാർ ടവർ ഈസ് ആൾസോ. അതും സിലബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സോളാർ കളക്ടർ, വാട്ട് ഈസ് സോളാർ കളക്ടർ ആൻഡ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാർക്കിനൊക്കെ ചോദിച്ചാൽ, 3-4 മാർക്ക് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സ്ലൈഡ് ധാരാളം. ഈ ഒറ്റ സ്ലൈഡിൽ ഇത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നൗ പാരാബോളിക് ട്രഫ് കളക്ടറിൽ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണോ, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് എന്താണോ, അതിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്, HTF is heat transfer fluid. It is SAF. SAF means synthetic aromatic fluid. Working fluid uses synthetic aromatic fluid, or we will be using the molten salt to absorb the heat. ഓക്കെ, സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതിനും മോൾട്ടൺ സോൾട്ട് എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി. കൂടുതൽ ഹീറ്റ് അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട് മോൾട്ടൺ സോൾട്ടിന്, വാട്ടറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ദാറ്റ്സ് വൈ വിൽ ബി യൂസിങ് മോൾട്ടൺ സോൾട്ട് ആസ് ദി വർക്കിംഗ് ഫ്ലൂയിഡ്. അതർവൈസ് വിൽ ബി ഗോയിങ് ഫോർ ഡയറക്റ്റ് സ്ട്രീം ജനറേഷൻ. ഓക്കെ, വാട്ടറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറാക്കി നമുക്ക് ഡയറക്റ്റ് സ്റ്റീമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഡയറക്റ്റ് സ്ട്രീം. ഈ താഴെയുള്ള പാർട്ട് നമ്മളധികം എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. മിക്കവാറും കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുക പാരാബോളിക്
trough collectors മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. കമ്മിങ് ടു നോൺ കോൺസെൻട്രേറ്റീവ് we will be discussing flat plate collector and evacuated tube collectors in details, and further we will be explaining direct flow evacuated tube collectors and heat pipe evacuated tube collectors. All these things are discussed. So now moving to the next part. First one is flat plate collector. These collectors are simply metal boxes that have some sort of transparent glazing as a cover on the top of dark colored absorber plate. See, ഇത് ആക്ച്വലി എന്താണ്, ഒരു സിമ്പിളായിട്ടൊരു ബോക്സ് പോലത്തെ സംഭവമാണ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളർന്നൊരു ബോക്സാണ്. നമ്മൾ ബേസിക് വർക്ക്ഷോപ്പ് ലാബിൻ്റെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സോളാർ എനർജിയിൽ പ്രൊജക്ട് ചെയ്ത ചേട്ടന്മാരൊക്കെ ചെയ്ത പ്രൊജക്റ്റിൻ്റെ സോളാർ കളക്ടർ അവിടെ അവൈലബിൾ ആണ്, പോയി നോക്കുക. ദീസ് കളക്ടേഴ്സ് സിംപ്ലി മെറ്റൽ ബോക്സസ് ദാറ്റ് ഹാവ് സം സോർട്ട് ഓഫ് ട്രാൻസ്പാരൻറ്റ് ഗ്ലേസിംഗ് കവർ. അപ്പോൾ അതിനെന്തുണ്ടാവും, ഒരു മെറ്റൽ ബോക്സ് പോലത്തെ സാധനമാണ്. അതിന് മുകളിലൊരു ഗ്ലേസിംഗ് കവർ ഉണ്ടാവും, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഈ റേഡിയേഷന് ഉള്ളിലോട്ടേക്ക് കടത്തി വിടുന്ന ഒരു ട്രാൻസ്പാരൻറ്റ് കവർ ഉണ്ടാവും. അതിൻ്റെ അടിയിൽ എന്തുണ്ടാവും, ഡാർക്ക് കളേർഡ് അബ്സോർബർ പ്ലേറ്റും ഉണ്ടാവും. ഓക്കെ, കുറച്ചൊരു ഗ്യാപ്പ് കൂട്ടിയിട്ട് ഡാർക്ക് കളേർഡ് അബ്സോർബർ പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ റേഡിയേഷനെ absorb ചെയ്യുന്നത്. ഓക്കെ, absorber plates are painted with special coatings designed to absorb and retain heat better than a traditional black paint, and is usually made out of metal that is good conductor, usually copper or aluminum. ഇപ്പോൾ ഈ അബ്സോർബർ പ്ലേറ്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അബ്സോർബർ പ്ലേറ്റ് എന്തായിരിക്കും, ഒന്നിക്കൽ ബ്ലാക്ക് കളേർഡ് ആയിരിക്കും. ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്താ, ബ്ലാക്ക് ഈസ് അബ്സോർബിങ് മോർ റേഡിയേഷൻ അല്ലേ, റേഡിയേഷൻ കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനാണ്, ബ്ലാക്കിനാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് എയ്തർ ഇറ്റ് വിൽ ബി അബ്സോർബർ പ്ലേറ്റ് ഇസ് എയ്തർ കോട്ടഡ് ആസ് ബ്ലാക്ക് കളർ ഓർ സംടൈംസ് സം better coatings, special coatings also is also provided to enhance the absorption of the radiation. Okay, അപ്പോൾ നമുക്ക് ഇവിടെ ഫിഗർ കാണിച്ച് നമുക്ക് ഏകദേശം ക്ലിയർ കിട്ടുന്നതായിരിക്കാം. ഇപ്പോൾ കമ്മിങ് ടു ദിസ് ഫിഗർ, ഇവിടെ ഈ ഏറ്റവും മുകളിലുള്ള ഈ പാർട്ടാണ് എന്ത്, ഗ്ലേസിങ് ഷീറ്റ് എന്ന് പറയുന്നത്, ഗ്ലേസിങ് ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ താഴെ വരുന്ന ഈ ഒരു പോർഷനാണ്, ഈ ഒരു ഏറ്റവും അടിയിലല്ല അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു പ്ലേറ്റ് ആണെന്ത്, ഈ ട്യൂബ് കാണുന്നില്ലേ, കുറേ ട്യൂബ് ഇങ്ങനെ പാരലായിട്ട് കാണുന്നില്ലേ, ആ ട്യൂബ് ആക്ച്വലി ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്, ഒരു ഷീറ്റിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസിൻ്റെയും ഒരു 3 mm 4 mm അടിയിലായിട്ടാണ് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിനാണ് അബ്സോർബർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അബ്സോർബർ പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത്. ആ ഹീറ്റ് എവിടത്തേക്ക് അബ്സോർബർ പ്ലേറ്റ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, മിക്കവാറും കോപ്പറിൻ്റെയോ അലുമിനിയത്തിൻ്റെ ഒക്കെ ഷീറ്റ് ആയിരിക്കും. അതിന് ബ്ലാക്ക് കോട്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ പെയിൻറ്റഡ് കോട്ടഡ് ആയിരിക്കും, അബ്സോർബിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അത് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ എന്താക്കി മാറ്റും, അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റ് ആയി മാറും, അത് ചൂടാവും, അല്ലെങ്കിൽ പ്ലേറ്റ് ചൂടാവും, നല്ല ടെമ്പറേച്ചറിലേക്ക് വരും. ആ ടെമ്പറേച്ചർ ഇതിലേക്ക് കൊടുക്കും. നമുക്ക് വർക്ക് ഒരു ഫ്ലൂയിഡാണ് ചൂടാക്കുന്നത്, സ്വാഭാവികമായിട്ട് നടുക്കൂടിൽ ട്യൂബ്സ് ആണ്, പാരലലി യു ക്യാൻ സീ a lot of tubes are there. So through that tube some fluid will be passing. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ഈ ഷീറ്റ് നിന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യും ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ ട്യൂബ് എന്തായിരിക്കണം, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. കോപ്പർ ട്യൂബിനാണ് സാധാരണ ട്യൂബായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഹീറ്റ് നേരെ എന്ത് ചെയ്യും, ട്യൂബിലൂടെ ഫ്ലൂയിഡിലേക്ക് പാസ് ചെയ്യും, ഫ്ലൂയിഡിന് എന്ത് ചെയ്യും, ആ ഹീറ്റ് കിട്ടും. അതുപോലെ കാരണം ഫ്ലൂയിഡ് അല്ലാന്ന് ഇരിക്കുക, വാട്ടറൊന്നും അല്ല നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടത്, എയറാണ് ഹീറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികം എന്ത് ചെയ്യുക, ഈ ട്യൂബ്സ് ഉണ്ടാവില്ല, പകരം എന്തുണ്ടാവും, ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസിൽ എന്തുണ്ടാവും, എയർ ഉണ്ടാവും. അത്രയാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിലെ വ്യത്യാസം. ചിലപ്പോൾ നമുക്കിപ്പം എന്ത് ചെയ്യണം, എയർ ഫ്ലോ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻലെറ്റ് കൊടുക്കുന്നിടത്ത് എന്ത് ചെയ്യും, ബ്ലോവർ വെച്ചിട്ട് എയറിന് പാസ് ചെയ്ത് ചിലപ്പോൾ പുഷ് ചെയ്ത് വിടും, മനസ്സിലായില്ലേ. ബ്ലോവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലൂടെ എയർ പാസ് ചെയ്ത് പുറത്തോട്ടേക്ക് പോകും, ഹോട്ട് എയർ പുറത്തോട്ടേക്ക് പോകും. അത്രയുമാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന്. സോ യൂഷ്വലി ഇറ്റ് വിൽ ബി ഹാവിങ് അപ്പർ ലെയർ ആസ് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലേസിംഗ് കവർ വിൽ ബി ദർ. ബിലോ ദാറ്റ് വിൽ ഹാവ് എ absorber plate. Usually the absorber plate will be having very good thermal conductivity, and usually copper or aluminum plates are used as the absorber plate, and it will be either coated with a black paint or with some special coatings designed to absorb the radiation. Okay, the sides and bottom of the collector are usually covered with insulation. അപ്പോൾ നമുക്ക് ഈ അബ്സോർബർ പ്ലേറ്റിൽ അബ്സോർബ് ആകുന്ന ഹീറ്റ് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തോട്ടേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത് എവിടത്തേക്ക് വേണമെങ്കിൽ ഫ്ലൂയിഡിനുള്ള ഒന്നിക്കൽ എയറിനോ അല്ലെങ്കിൽ ഫ്ലൂയിഡിനോ കിട്ടണം അല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്താണ്, ഹീറ്റ് ലോസ് ഉണ്ടാകാൻ പാടില്ല. സോ യൂഷ്വലി ദ ബിനീത്ത് പോർഷൻ അണ്ടർ പോർഷൻ ഓഫ് ദി absorber plate is usually filled with some insulating material. The sides and bottom of the collector are usually covered with insulation to minimize the heat losses to the other parts of the collector. Solar radiation passes through the transparent glazing material and hits the absorber plate. This plate heats up. Due to the solar radiation hitting the absorber plate, the plate will get heat up. എന്തുകൊണ്ടാണ് ഗ്ലാസ് ചൂടാവും, ഗ്ലാസും സ്ലൈറ്റ്ലി ചൂടാവും,
പക്ഷേ എന്താണ്, ഗ്ലാസ് ഈസ് ആക്ച്വലി ട്രാൻസ്പെറൻറ്റ്, സോ ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് ഓൾ ദ റേഡിയേഷൻ ഇൻ ടു ദി കളക്ടർ. സോ solar radiation directly hitting the absorber plate. So due to the solar radiation conversion of that electromagnetic energy into heat energy, the plate temperature will increase. This plate heats up, transferring the heat to either water or air that is held between the glazing and absorber plate. ഇതിൻ്റെ ഇടയിലുള്ള വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അബ്സോർബർ പ്ലേറ്റിൻ്റെയും ഗ്ലാസിൻ്റെ ഇടയിൽ വാട്ടർ ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യൂഷ്വലി അബ്സോർബർ പ്ലേറ്റിൻ്റെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കുറേ പാരലലി ട്യൂബ്സ് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ അബ്സോർബർ പ്ലേറ്റുമായിട്ട് കോൺടാക്റ്റിലായിരിക്കും ആ ട്യൂബ് ഉണ്ടാവും, അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, രണ്ടും തമ്മിൽ ഫേമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഉള്ളിലാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. അപ്പോൾ അബ്സോർബർ പ്ലേറ്റിൽ നിന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യും, ഈ ട്യൂബിലൂടെ കടന്നിട്ട് വാട്ടറിലേക്ക് കിട്ടും. കാരണം എയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ട്യൂബിൻ്റെ ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് എന്താണ് ആ ഓപ്പൺ സ്പേസിലൂടെ എയർ പുറത്തോട്ടേക്ക് പോയാലും കുഴപ്പമില്ല. വെള്ളം അങ്ങനെയല്ലോ, വെള്ളം നമുക്ക് കളക്ടറിന് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അതിലേക്കൂടെയൊക്കെ പുറത്തോട്ടേക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫ്ലാറ്റ് പ്ലേറ്റ് collector. Solar radiation passes through the transparent glaze material and hits the absorber plate. This plate heats up, transferring the heat to either water or air. It is held between the glazing and absorber plate. So component wise, the components of the solar plate collector is, first one is the box structure, second one is transparent cover, third one absorber plate, and fourth one tube, and fifth one is the insulation. So these are all the concepts. See, this is the upper figure is the front view of the solar collector. You can see in the left side inlet connection is there through that pipe. Actually this figure shown here is used to heat the water. You can see the pipes laid on the absorber plate. So this is water heating setup solar collector. So in the upper portion at the left upper corner, through that pipe we will be providing the water. So water will be flowing through all these tubes, and finally it will be going out through the pipe at the right side bottom corner. You can see outlet connection is shown there. So in between you can see in all these pipes the water will be completely filled. Once the absorber plate get heated, that means that heat is transferred to this working fluid or water it may be through these tubes. Okay, all this absorber plate as well as the tube is made of copper tubes only. So which is a good thermal conductor. So heat is absorbed to the fluid and it is finally taken place. So glazing cover is at upper portion. Below that we will have at a particular gap below the glazing cover we will have the absorber plate. Below that it will be complete insulation. We can see the complete insulation. You can see insulation here, that is completely insulated. The lower figure is actually the lower figure is actually the cut section or front view of this one, that top figure. So these red points, these are all the tubes, cross section of the tubes, and you can see a gap in between the uppermost, that black line is transparent cover, glass cover, and there will be a gap, air space in between, and below that you can see the red circles as the cross section of the tubes, and below that tube you can see some orange color. This portion is the insulation. Okay, so insulation, air space is shown there, fluid tube is also this one just above the tube or below the tube. Either it can be, tubes can be kept above the absorber plate or below also, both is possible. So usually the tubes will be kept above the absorber plate. So here in the section front view it is shown as below the absorber plate. So absorber plate, below that tube is also coming. Okay, so that is all about the flat plate collector. So whatever heat is, whatever radiation is hitting on this glass cover is transmitted to the absorber plate through the glass, since it is transparent, and the heat energy, the electromagnetic radiation energy is converted into heat energy in the absorber plate, which in turn will heat the plate. So that heat is transferred through the tube to the working fluid inside the tube. Or if it is air is there, there is no tubes and all, sometimes air will be there in that free space. So that means that heat energy is transferred to the air coming in contact with the absorber plate. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, റേഡിയേഷൻ ഗ്ലാസ്സിലൂടെ കടന്ന് അബ്സോർബർ പ്ലേറ്റിലേക്ക് എത്തി തിരിച്ച് എന്തുകൊണ്ട് പുറത്തോട്ടേക്ക് പോയിക്കൂടാ? അപ്പോൾ അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്സിലൂടെ കടന്ന് അപ്പുറം എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് ചേഞ്ച് ആകും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷനാണ് എന്ത് ചെയ്യാൻ വരുന്നത്, വിസിബിൾ ആയിട്ടുള്ള സാധനത്തിനാണ് ഗ്ലാസ്സിലൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകാൻ പറ്റുക. അത് കഴിഞ്ഞതിൻ്റെ വേവ് ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് തിരിച്ച് പുറത്തോട്ടേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ദാറ്റ് വിൽ ബി പെർമനൻ്റ്ലി ട്രാപ്ഡ് ഇൻസൈഡ്. പിന്നെ അതിന് പുറത്തോട്ടേക്ക് വന്നാൽ ഹീറ്റ് എനർജി ആയിട്ടാണ് പിന്നെ അതിന് പുറത്തോട്ടേക്ക് പറ്റുക. അതിന് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, എല്ലാ ഭാഗത്തും ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നത്. So that is all about flat plate collectors. Coming to the advantages and disadvantages of flat plate collectors.
Advantages first, since the flat plate collectors absorb energy coming from all directions above the absorber, tracking is not required and hence it is simple in design and requires less maintenance. ഇതൊരു അഡ്വാൻറ്റേജ് ആണെങ്കിലും അതൊരു ഡിസഡ്വാൻറ്റേജും ആണ്. ആക്ച്വലി ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചെരിച്ച് വെച്ചിട്ടുണ്ടാവും അല്ല, എപ്പോഴും നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ പാരലായിട്ടാണ് ഹൊറിസോണ്ടലായിട്ടുള്ള വെച്ചിട്ടുണ്ടാവും, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചെരിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഓരോ പ്ലേസിനും ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് കണക്കിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷൻ അത് ഉച്ച സമയമാകുമ്പോഴേ കറക്റ്റ് പെർപ്പണിക്കുലറായിട്ട് സോളാർ കളക്ടറിൻ്റെ മുകളിൽ വീഴണം, എന്നാലാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ പോസിബിൾ ആവും. അപ്പോൾ ആ ഒരു ഇതിലാണ് ആംഗിൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഭൂമധ്യരേഖ അങ്ങനെയുള്ള ട്രാൻസ്രേഖ അങ്ങനെയുള്ള രേഖേനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആംഗിളാണ് ചെരിച്ച് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പിന്നെ എന്ത് ചെയ്യുന്നില്ല, കളക്ടർ വെച്ചാൽ അവിടെ തന്നെയാണ് പെർമനൻ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഉച്ച ആകുമ്പോഴേക്കും ഇതിന് മുകളിൽ മാക്സിമം പെർപ്പണിക്കുലറായിട്ട് സോളാർ റേഡിയേഷൻ വന്നു, രാവിലെയും വൈകുന്നേരമൊക്കെ എന്താ റേഡിയേഷൻ ഇതിന് മുകളിൽ വന്ന് വീഴുന്നത് കുറവായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവിക കളക്ടർ സണ്ണിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സണ്ണ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതും കളക്ടർ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതിന് പറയുന്നത് സോളാർ ട്രാക്കർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ഒരിക്കലും കൊടുക്കാറില്ല. അത് ഈ പാരാബോളിക് ട്രഫ് കളക്ടേഴ്സിനൊക്കെയാണ് സോളാർ ട്രാക്കിംഗ്. സണ്ണ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആംഗിൾ എന്താവും, മാറി മാറി ഉച്ചക്കാകുമ്പോഴേക്കും നേരെ കുത്തനെ നിൽക്കും, പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യും, മനസ്സിലായില്ല? അപ്പോൾ എന്താണ് കൂടുതൽ റേഡിയേഷൻ ഇതിലേക്ക് സ്ട്രൈക്ക് ചെയ്യിക്കാൻ പറ്റും. അതിനാണ് സോളാർ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ സിൻസ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ അബ്സോർബ് എനർജി കമ്മിങ് ഫ്രം ഓൾ ഡയറക്ഷൻസ് above the absorber, tracking is not required. Actually, tracking is not required for solar flat plate collector. So cost will be less. Hence, it is simple in design and requires less maintenance. Next is it utilizes both the beam as well as diffuse radiation for heating. In this one, we will be utilizing both beam radiation as well as the diffuse. That are the two advantages. Coming to the disadvantages, as low temperature is achieved, flat plate collectors are not used for power generation. We cannot produce the power, just heating purpose only we will be using these collectors. Large heat losses by conduction and radiation because of large area. So since it is having large area, losses also will be more. Just for the heating purpose we will be using hot water ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അധികം ഉപയോഗിക്കുക. അപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ, സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ് ഫോർ റെസിഡൻസ്, ഹോട്ടൽ, ഇൻഡസ്ട്രി ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. സോളാർ കുക്കേഴ്സ് ഫോർ ഡൊമസ്റ്റിക് കുക്കിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ വെച്ചിട്ടാണ്. ഡ്രൈയിങ് ആപ്ലിക്കേഷൻസ്, ഈ ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Now last one is residence heating. These are all the applications of flat plate collectors. Okay, the evacuated tube collectors is the second classification that we will second classification of the flat plate collectors that we will discuss in the next presentation. Okay.